Okay, so we are starting with the sort data, and these are the problems we are going to solve today. Okay, ഇത്രയും കാര്യങ്ങളാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സലിൻ്റെ ബേസിക്സ് കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് എക്സലിൻ്റെ ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, ഫംഗ്ഷൻസ് ആൻഡ് സെനാരിയോ ബേസ്ഡ് പ്രോബ്ലം സോൾവിംഗ് ആണ്. സോ സോർട്ട് ഡേറ്റ. സോ ലെറ്റ്സ് ഗോ ടു ദ ഡേറ്റ. പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രോബ്ലം ഈസ് നമുക്ക് എങ്ങനെയാണ് എക്സലിൽ ഡേറ്റ സോർട്ട് ചെയ്യുന്നത്. സോ സോർട്ടിങ് മീൻസ് സപ്പോസ് നമുക്കിവിടെ ഡേറ്റ് ഉണ്ട്. ഡേറ്റ് നമുക്ക് ഓൾഡസ്റ്റ് ന്യൂവസ്റ്റ് അല്ലെങ്കിൽ ന്യൂവസ്റ്റ് ഓൾഡസ്റ്റ് അല്ലേ, ആദ്യം ഉള്ളത് ആദ്യം വരുന്ന രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ പഴയ ഡേറ്റ്സ് ആദ്യം വരുന്ന രീതിയിൽ ചെയ്യാം. സോ എങ്ങനെയാണത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നമുക്ക് ഹോം ടാബിൽ സോർട്ട് ആൻഡ് ഫിൽറ്ററിൽ ചെയ്യാം. ഇവിടെ സോർട്ട് ഓൾഡസ്റ്റ് ടു ന്യൂവസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ സോർട്ട് ന്യൂവസ്റ്റ് ടു ഓൾഡസ്റ്റ് എടുക്കാം. ഈ രണ്ട് ഓപ്ഷൻസാണ് നമുക്കുള്ളത്. അപ്പോൾ ഞാനിവിടെ സോർട്ട് എന്താ ചെയ്തിരിക്കുന്നത്, സോർട്ട് ന്യൂവസ്റ്റ് ടു ഓൾഡസ്റ്റ്. അപ്പോൾ ഇവിടെ ഏറ്റവും ന്യൂവസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് ആദ്യം വന്നിരിക്കുന്നത്. അതല്ലെങ്കിൽ ഐ ക്യാൻ ഗോ ടു ഓൾഡസ്റ്റ് ടു ന്യൂവസ്റ്റ്. സോ ഇതാണ് നമ്മൾ സോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. അതല്ലെങ്കിൽ യു ക്യാൻ ഓൾസോ ഗോ ടു അണ്ടർ ഡേറ്റ. നമുക്ക് ഇതേ ഓപ്ഷൻ തന്നെ ഉണ്ട്. സപ്പോസ് നമുക്ക് സോർട്ട് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് സോർട്ട് ചെയ്യുന്നത് നമുക്ക് സെലക്ട് ചെയ്യാം. കുറച്ചുകൂടി കൂടുതൽ ഓപ്ഷൻസ് കിട്ടും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. സോ സോർട്ട് ബൈ ഇൻസ്റ്റെഡ് ഓഫ് ഡേറ്റ് നമുക്ക് പ്രോജക്റ്റിൻ്റെ നെയിം വെച്ചിട്ട് സോർട്ട് ചെയ്യാം. സോ ഈ ഒരു ഡേറ്റ ടൈപ്പ് എക്സൽ ഓട്ടോമാറ്റിക്കലി ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ് ഈ കോളത്തിലുള്ളതെന്ന്. സോ എക്സൽ നോസ് ഈ പ്രോജക്റ്റിൻ്റെ പേര് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഡേറ്റയാണ്. സോ എക്സലിന് അതിനനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് എക്സൽ നമുക്ക് തരുന്നത്. അപ്പോൾ ഇത് ഡേറ്റ് ആണെങ്കിൽ ഓൾഡസ്റ്റ് ന്യൂവസ്റ്റ്, ന്യൂവസ്റ്റ് ഓൾഡസ്റ്റ്. അതല്ലെങ്കിൽ നമുക്ക് പ്രോജക്റ്റിൻ്റെ നെയിം ആണെങ്കിൽ അത് A to Z, Z to A ആൽഫബറ്റിക്കലാണ് വരുന്നത്. അതല്ല നമ്മൾ ഇതിനെ വാല്യൂസ് വെച്ചിട്ടാണ് സോർട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്, ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്. സോ ഈ ഓർഡർ വന്നിട്ട് ഡൈനാമിക് ആണ്. നമ്മളിവിടെ എന്താണോ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ പ്രോജക്റ്റ് നെയിം വെച്ചിട്ട് നമുക്ക് A to Z ഫിൽട്ടർ ചെയ്യാം. അങ്ങനെ ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം വരുന്ന പ്രോജക്റ്റ് ആസ്ട്ര ERP അപ്ഗ്രേഡ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അല്ലേ. അതിനുശേഷം ഏറ്റവും അവസാനം വരുന്നത് Z-ലുള്ളതായിരിക്കും. സോ ഇങ്ങനെയാണ് നമുക്ക് ടെക്സ്റ്റ് സോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ് സോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു, ടെക്സ്റ്റ് സോർട്ട് ചെയ്യുന്നത് കണ്ടു. നെക്സ്റ്റ് നമുക്ക് ഒരു കാര്യം കൂടി നോക്കാം. സപ്പോസ് ഇതിനകത്ത് ഒരു ലെവലും കൂടി നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ, അതായത് പ്രോജക്റ്റ് വന്നിട്ട് നമുക്ക് A to Z ചെയ്യണം. അതിനകത്ത് നമുക്ക് കാണേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെവലും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിവിടെ എമൗണ്ട് വന്നിട്ട് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് വേണം, അല്ലെങ്കിൽ ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് വേണം. അപ്പോൾ ആദ്യം എന്താ എക്സൽ ചെയ്യുന്നത്, ആദ്യം പ്രോജക്റ്റിൻ്റെ പേര് A to Z സോർട്ട് ചെയ്യും. അതിനുശേഷം വിത്തിൻ ദാറ്റ് പ്രോജക്റ്റ് എമൗണ്ടിനെ ലാർജസ്റ്റ് സ്മോളസ്റ്റ് സോർട്ട് ചെയ്യും. ഓക്കെ കൊടുത്താൽ ഇവിടെ നമുക്ക് എങ്ങനെ വന്നിരിക്കുന്നത്, പ്രോജക്റ്റിൻ്റെ പേര് ഇവിടെ വന്നിട്ട് ആസ്ട്ര വന്നു. ഈ ആസ്ട്രയുടെ ഉള്ളിൽ ഇതിനെ സോർട്ട് ചെയ്തിരിക്കുന്നത് എമൗണ്ടിനെ ലാർജസ്റ്റ് സ്മോളസ്റ്റ് ആണ് സോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഒന്നുകൂടി ക്ലിയർ ആവണമെങ്കിൽ നമുക്കൊന്ന് ക്ലയൻറ്റ് വെച്ചിട്ട് സോർട്ട് ചെയ്ത് നോക്കാം. നമുക്കിവിടെ പ്രോജക്റ്റിന് പകരം ലെറ്റസ് ടേക്ക് ക്ലയൻറ്റ് A to Z എമൗണ്ട് ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്. സോ ഇവിടെ ക്ലയൻറ്റ് വന്നിട്ട് ആൽഫ എഡ്ജിൽ എമൗണ്ട് വന്നിട്ട് ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഇതിനകത്ത് മൾട്ടിപ്പിൾ ലെവൽസ് നമുക്ക് സോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡേറ്റയിൽ സോർട്ടിലുള്ള ഓപ്ഷൻസിൽ പോയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ മൾട്ടിപ്പിൾ ലെവൽസ് ആഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇനിയും ഒരു ലെവൽ കൂടി നിങ്ങൾക്ക് വേറൊരു ലെവലും കൂടി ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതല്ല ആ ലെവൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു ഓപ്ഷൻസ് നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ഡേറ്റ സോർട്ട് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സലിൽ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനാലിറ്റിയാണ് സോർട്ടിംഗ് എന്ന് പറയുന്നത്. സോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ, എനി കമൻറ്റ്സ്, ക്വസ്റ്റ്യൻസ് അബൌട്ട് സോർട്ടിംഗ്? ഓക്കെ, സോ സോർട്ട് ബൈ ഡേറ്റ് നമ്മൾ മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് സോർട്ടിംഗ് നമ്മൾ കണ്ടു. സോർട്ട് ബൈ ഡിഫറെൻറ്റ് കോളംസ് ആൻഡ് മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് സോർട്ടിംഗ്. ഇനി നെക്സ്റ്റ് സോർട്ടിങ്ങിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിൽട്ടർ ചെയ്യുന്നത്. നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. എക്സൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം. സോ ഫിൽട്ടറിൽ നമുക്ക് എഗെയിൻ എപ്പോഴാണ് നമ്മൾ ഫിൽട്ടർ യൂസ് ചെയ്യുന്നത്, നമുക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഐറ്റം നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് എഗെയിൻ ഫിൽട്ടറിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മൾ ഏത് കോളാണോ ഫിൽട്ടർ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് എഗെയിൻ ഫിൽട്ടർ ഡൈനാമിക്കായിട്ട് മാറുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ചെയ്യുന്ന ഒരു ഫിൽട്ടർ ചെയ്യുന്നത് നമ്മളൊരു പ്രോജക്റ്റ് നെയിമാണ് ഫിൽട്ടർ ചെയ്യുന്നതെങ്കിൽ ആ നെയിമിൻ്റെ ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഫിൽട്ടേഴ്സിൽ നമുക്ക് ഈ ഓപ്ഷൻസ് ഒക്കെയാണ് കിട്ടുന്നത്. അതായത് നമുക്ക് ടെക്സ്റ്റിൽ ഈക്വൽസ് കൊടുക്കാം, ഡസ് നോട്ട് ഈക്വൽ കൊടുക്കാം, ബിഗിൻസ് വിത്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം എനിക്ക് ഇതിനകത്ത് എല്ലാം കാറ്റഗറി നെയിമിൽ എല്ലാം സോഫ്റ്റ്വെയർ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇൻക്ലൂഡ് ചെയ്യുന്ന എല്ലാ കാറ്റഗറി എനിക്ക് കിട്ടണമെന്ന് വയ്ക്കുക. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, ഇതിനകത്ത് കണ്ടെയ്ൻസ് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ സോഫ്റ്റ്വെയർ കൊടുക്കുന്നു. അപ്പോൾ ഇതിനകത്ത് സോഫ്റ്റ്വെയർ ഇൻക്ലൂഡ് ആവുന്ന എല്ലാ ഐറ്റംസും നമുക്ക് ഫിൽട്ടർ ആവുന്നുണ്ട് അല്ലേ. ഇനി ഇതിൻ്റെ
എമൗണ്ട് ഫീൽഡിലാണ് ഫിൽട്ടർ ചെയ്യുന്നതെങ്കിൽ അത് നമ്പേഴ്സ് ഫിൽറ്റേഴ്സാണ്. ഇത് കൂടാതെ നമുക്ക് എങ്ങനെയാണ് ഇവിടെ ഫിൽട്ടർ ചെയ്യുന്നത് ഒന്നുകൂടി നോക്കാം. ഈ കണ്ടെയ്ൻസ് കൂടാതെ ഇവിടെ നമുക്ക് ഫിൽട്ടർ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ സെലക്ട് ഓൾ എന്നുള്ളത് ഒഴിവാക്കുക എന്നുള്ളതാണ്. സെലക്ട് ഓൾ ഒഴിവാക്കിയിട്ട് അതിന് ശേഷം നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് 1 by 1 ആയിട്ട് ഫിൽട്ടർ ചെയ്യാം. ഓക്കെ, ഇപ്പം എനിക്ക് ഈ 2 ഐറ്റംസ് മാത്രമാണ് വേണ്ടതെങ്കിൽ എനിക്കിത് ഫിൽട്ടർ ചെയ്യാം. ഈ 2 ഐറ്റംസ് നമുക്ക് ഫിൽട്ടർ ചെയ്തു. ഇനി ഞാൻ അടുത്ത ഒരു കോളം ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് ഈ ഓൾറെഡി ഫിൽട്ടേഡ് ആയിട്ടുള്ള വ്യൂവിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്കിവിടെ കാണുള്ളൂ. എനിക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ കാണുന്നില്ല. ഓക്കെ, ഓൾറെഡി കാരണം ഈ ഇൻട്രസ്റ്റ് ഓൺ ലോൺസ്, ഓഫീസ് സപ്ലൈസ്, ഈ കോളം ഓൾറെഡി ഫിൽട്ടേഡ് ആണ്. ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ആണോ ഉള്ളത് ആ ഐറ്റംസിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ എനിക്ക് ഇവിടെ കാണുന്നുള്ളൂ. എനിക്ക് എല്ലാ ഐറ്റംസും ഇവിടെ വരില്ല. സോ ഇവിടെ എനിക്കിപ്പം രണ്ടാമത്തെ ഫിൽട്ടറിൽ ഞാൻ ആൽഫ എഡ്ജ് എന്ന് ഫിൽട്ടർ ചെയ്തു. ഇനി മൂന്നാമത്തെ ഫിൽട്ടറിൽ നമുക്കിവിടെ കാണുന്നത് ആൽഫ എഡ്ജിൽ ഞാനിവിടെ അഞ്ജലി റാവു അല്ലെങ്കിൽ നേഹ കപൂർ, ഓക്കെ, വൺ ഓഫ് ദ പേഴ്സൺ ഐ ഫിൽട്ടേഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഡേറ്റ ഫിൽട്ടർ ചെയ്ത ഡേറ്റയിൽ ഇനി നമുക്ക് പ്രോജക്റ്റ് നെയിം ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് ഈ പ്രോജക്റ്റ് നെയിം അവൈലബിൾ ആവുന്നത് ക്ലയൻറ്റ് ആൽഫ, ഈ മാനേജർ നെയിം നേഹ കപൂർ ആൻഡ് ഓഫീസ് കാറ്റഗറി വന്നിട്ട് ഈ ഐറ്റംസ്, ഇതിൻ്റെ ഫിൽറ്റേഴ്സ് മാത്രമാണ് ഇനി നമുക്ക് എനേബിൾ ആയിട്ട് കിട്ടുന്നത്. സോ ഫിൽട്ടർ ചെയ്യുന്നത് ഇങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള ഡേറ്റ ഫിൽട്ടർ ചെയ്യുന്നത്. ഇനി ഇത് ഫിൽട്ടർ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്താണ് ഷോർട്ട് കട്ട്? ഓൾട്ട് ഡി എഫ് എഫ് എന്നുള്ളതാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓൾട്ട് ഡി എഫ് എഫ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിൽട്ടർ ഓണും ഓഫും ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫിൽട്ടർ. അതല്ലാതെ നമുക്കിവിടെ ഫിൽറ്ററിൻ്റെ വേറൊരു ഷോർട്ട് കട്ട് ഇവിടെ ഉണ്ട്. നമ്മൾ ഡേറ്റ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഫിൽറ്റർ ഉണ്ട്. അതിൻ്റെ വേറൊരു ഷോർട്ട് കട്ടാണ് കൺട്രോൾ ഷിഫ്റ്റ് എൽ അടിച്ച് കഴിഞ്ഞാലും ശരി നമുക്കിവിടെ ഡേറ്റ ഫിൽട്ടർ ആവും. സോ സാധാരണ ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഓൾട്ട് ഡി എഫ് എഫ് ആണ്. ഓക്കെ, സോ ഇതാണ് ഫിൽറ്റർ. അതേപോലെ നമുക്ക് ഡേറ്റ് ഫിൽട്ടർ ആണെങ്കിൽ ഓൾട്ട് ഡി എഫ് എഫ് അടിച്ചിട്ട് ഡേറ്റ് ഫിൽട്ടർ ആണെങ്കിൽ നമുക്കിവിടെ ഡേറ്റിനോട് ബന്ധപ്പെട്ട ഫിൽട്ടർ ഓപ്ഷൻസ് അഡീഷണൽ ആയിട്ട് കിട്ടും. അതായത് ഡേറ്റ് ഫിൽട്ടർ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഏത് ഡേറ്റ്സ് ആണോ ഫിൽട്ടർ ചെയ്യേണ്ടത്, ഈക്വൽ ടു, ബിഫോർ, ആഫ്റ്റർ, ബിറ്റ്വീൻ, ടുമോറോ, ടുഡേ, ഇപ്പോൾ നമുക്ക് എല്ലാം ഇന്നത്തെ ഡേറ്റ്സിലുള്ളതാണ് നമുക്ക് വേണ്ടതെങ്കിൽ. ഇപ്പോൾ സെയിൽസ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു സെയിൽസിൻ്റെ ഫയലൊക്കെ ആണെങ്കിൽ ഇന്നത്തെ സെയിൽസ് എല്ലാം കാണണമെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് ക്വിക്ക്ലി. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് ഡേറ്റയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫിൽട്ടർ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ആഴ്ചത്തെ സെയിൽസിൻ്റെ ഡേറ്റ കാണണമെങ്കിൽ ദിസ് വീക്ക് എന്ന് ഫിൽട്ടർ ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ഓൾ ഡേറ്റ്സ് ഇൻ ദ പീരിയഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അഡീഷണൽ ആയിട്ട് ഓപ്ഷൻ കിട്ടും. അതായത് Q1ൻ്റെ ഡേറ്റ്സ് മാത്രം നമുക്ക് Q1ൻ്റെ സെയിൽസ് മാത്രം ഫിൽട്ടർ ചെയ്യാം, Q2ൻ്റെ മാത്രം ഫിൽട്ടർ ചെയ്യാം, അതല്ലെങ്കിൽ മന്ത് വൈസ് നമുക്ക് ഫിൽട്ടർ ചെയ്യാം. സോ അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് കിട്ടും ഡേറ്റ് ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത്. ഓൾറൈറ്റ്, ഇനി ഇതിനകത്ത് ഒരു ഓപ്ഷൻ കൂടി നമുക്കുണ്ട്, അഡ്വാൻസ്ഡ് ഫിൽട്ടർ. അഡ്വാൻസ്ഡ് ഫിൽട്ടർ എത്ര പേര് യൂസ് ചെയ്തിട്ടുണ്ട്? അഡ്വാൻസ്ഡ് ഫിൽട്ടർ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ട്? അഡ്വാൻസ്ഡ് ഫിൽട്ടർ ഇവിടെ നമുക്ക് അഡ്വാൻസ്ഡ് ഫിൽട്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ അഡ്വാൻസ്ഡ് ഫിൽട്ടർ എന്ന് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ എനിക്ക് കുറച്ചും കൂടി ക്വിക്കായിട്ട് ഡൈനാമിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഫിൽട്ടർ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഞാനിപ്പം എനിക്കിവിടെ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജർ കാറ്റഗറി വെച്ചിട്ട് നമുക്കിവിടെ ഫിൽട്ടർ ചെയ്യണമെന്ന് വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ ഇത് നമുക്ക് ഫിൽട്ടർ ചെയ്യണം. ഡിപ്പാർട്ട്മെൻറ്റ് മാനേജർ കാറ്റഗറിയാണ് എൻ്റെ 3 ക്രൈറ്റീരിയാസ് വരുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഫോർ എക്സാമ്പിൾ എനിക്കിവിടെ ഈ 3 ഡിപ്പാർട്ട്മെൻറ്റ് ആണ് ഞാനിവിടെ AI എൻ്റെ ഡേറ്റ സയൻസ്, മാനേജർ വന്നിട്ട് സിദ്ധാർത്ഥ് നായർ, ഇൻകം അല്ലെങ്കിൽ കാറ്റഗറി ടൈപ്പിന് പകരം നമുക്ക് ക്ലയൻറ്റ് എടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഡിഫറെൻറ്റ് പ്രോജക്റ്റ് നെയിം എടുക്കാം. ലെറ്റ്സ് ടേക്ക് ദ പ്രോജക്റ്റ് നെയിം ഹിയർ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് മാനേജർ നെയിം. ഓക്കെ, ഈ 3 ക്രൈറ്റീരിയാസ് നമുക്കിവിടെ ഉണ്ട്. ഈ 3 ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്കിവിടെ കുറച്ച് റാൻഡം ആയിട്ട് നമുക്ക് കുറച്ച് വാല്യൂസ് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. എനിക്ക് ഈ വാല്യൂസ് ഒക്കെയാണ് എനിക്ക് ഫിൽട്ടർ ചെയ്യേണ്ടത് ബേസിക്കലി. ഓക്കെ, 9, 10, 11 പ്രോജക്റ്റ്, ഡിപ്പാർട്ട്മെൻറ്റ്, മാനേജർ. ലെറ്റ്സ് സേ എനിക്ക് ഈ വാല്യൂസാണ് ഫിൽട്ടർ ചെയ്യേണ്ടതെന്ന് വയ്ക്കുക. ഇനി നമുക്ക് അഡ്വാൻസ്ഡ് ഫിൽട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ അഡ്വാൻസ്ഡ് ഫിൽട്ടറിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമുക്ക് ഫിൽട്ടർ ചെയ്യേണ്ട ഡേറ്റ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് ക്രൈറ്റീരിയ റേഞ്ച് ആണ്. നമ്മുടെ ക്രൈറ്റീരിയ റേഞ്ച് എന്ന് പറയുന്നത് എവിടെയാണ്? നമുക്ക് വേണ്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ റേഞ്ച് വന്നിട്ട്, അല്ലേ? ഇത് വെച്ചിട്ട് നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാലോ നമുക്ക് ഈ ക്രൈറ്റീരിയ റേഞ്ചിൽ വന്നിരിക്കുന്ന ഇതെല്ലാം നമുക്കിവിടെ ഫിൽട്ടർ ആവും. ഓക്കെ, വളരെ ക്വിക്കായിട്ട് ഒന്നുകൂടി ഇത് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഫിനിക്സ്, നമുക്കിത് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒറ്റ ക്രൈറ്റീരിയ മാത്രം കൊടുത്ത് നോക്കാം. ഇതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഒറ്റ ക്രൈറ്റീരിയ മാത്രം കൊടുക്കാം. അപ്പം എനിക്ക് പ്രോജക്റ്റ് നെയിം ഡിപ്പാർട്ട്മെൻറ്റ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആയിരിക്കണം, മാനേജർ നെയിം ദിവ്യ അയ്യരാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അഡ്വാൻസ്ഡിൽ പോയിട്ട് നമ്മുടെ ക്രൈറ്റീരിയ സെലക്ട് ചെയ്യുന്നു. നമ്മുടെ ഡേറ്റ എവിടെയാണോ ഉള്ളത് ആ ഡേറ്റ സെലക്ട് ചെയ്യുന്നു. ക്രൈറ്റീരിയ റേഞ്ച് ഇതാണ് നമ്മുടെ ക്രൈറ്റീരിയ റേഞ്ച് വന്നിട്ട്
എന്നിട്ട് ഓക്കെ കൊടുക്കുന്നു. സോ ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്, പ്രോജക്റ്റ് നെയിം ഫിനിക്സ് ഡേറ്റ റിവാമ്പ്, മാനേജർ നെയിം ദിവ്യ അല്ലേ. സോ ഇത് എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ ഡൈനാമിക്കായിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഒരുപാട് ഡേറ്റ പെട്ടെന്ന് ഫിൽട്ടർ ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇത്. ഇപ്പം ഇതിൽ വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡൈനാമിക് ആക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ വാലിഡേഷൻ യൂസ് ചെയ്യാം. അപ്പം അത് എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ഡേറ്റ വാലിഡേഷൻ ഉണ്ട്. ഡേറ്റ വാലിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരു പെർട്ടിക്കുലർ ഇപ്പം എസ്പെഷ്യലി നമ്മളിപ്പോൾ ഒരു ഡേറ്റ കുറച്ച് യൂസേഴ്സിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യാൻ വയ്ക്കുക. അപ്പം മിക്കവാറും പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എൻ്റർ ചെയ്യുന്നത് ഏജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇഷ്യൂസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഡ്രോപ്പ് ഡൗൺ പോലെ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇൻപുട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. എനിക്ക് ഇന്ന ഇൻപുട്ടാണ് വേണ്ടതെന്ന്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഡേറ്റ ഈ ഒരു സെല്ലിൽ ഞാനിവിടെ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന യെല്ലോ സെല്ല്, ഈ യെല്ലോ സെല്ലിൽ ഞാനിവിടെ ഡേറ്റയിൽ പോയിട്ട് സോ നമുക്ക് എന്താണ് ഡേറ്റ വാലിഡേഷൻ എന്ന് നോക്കാം. അതെങ്ങനെ നമുക്ക് അഡ്വാൻസ്ഡ് ഫിൽറ്ററിൽ യൂസ് ചെയ്യുന്ന എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡേറ്റ വാലിഡേഷൻ ആദ്യം എന്താണെന്ന് മനസ്സിലാക്കാം. ഡേറ്റ വാലിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ ഒരു സെല്ലിൽ എനിക്ക് certain വാല്യൂ ഡിഫൈൻ ചെയ്യണം. അതായത് അപ്പോൾ ഞാനിവിടെ അഡ്വാൻസ്ഡ് ഇതിനകത്ത് ഡേറ്റയിൽ പോകുന്നു. ഡേറ്റയിലാണ് ഡേറ്റ വാലിഡേഷൻ ഉള്ളത്. അവിടെ നമുക്ക് ഡേറ്റ ടൂൾസിൻ്റെ അണ്ടറിൽ ഇവിടെ ഡേറ്റ വാലിഡേഷൻ ഉണ്ട്. ഈ ഡേറ്റ വാലിഡേഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബോക്സ് വരുന്നു. ഈ ഒരു ബോക്സിൽ നമുക്ക് എന്താണ് ഈ ഒരു സെല്ലിനുള്ളിൽ എൻ്റർ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ എനിക്ക് എന്ത് വാല്യൂ വേണമെങ്കിലും അലോ ചെയ്യാം. അപ്പോൾ അതിന് ഞാൻ എനി വാല്യൂ സെലക്ട് ചെയ്യാണ്. അതിന് പകരം ഞാൻ പറയുന്ന ഇതിനകത്ത് എനിക്ക് ഹോൾ നമ്പർ മാത്രമേ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഹോൾ നമ്പർ മാത്രം എൻ്റർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് ബിറ്റ്വീൻ ലെറ്റ്സ് സേ 2000 ആൻഡ് ബിറ്റ്വീൻ 2000 ഓക്കെ ലെറ്റ്സ് സേ 2000 ആൻഡ് ബിറ്റ്വീൻ 2500 മാത്രമേ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വയ്ക്കുക. ഇതിൻ്റെ ഇടയിലുള്ള വാല്യൂസ് മാത്രമേ പറ്റൂ. ഇന്ന് നമ്മൾ ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ വേറൊരു വാല്യൂ ഇവിടെ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഐ വിൽ ഗെറ്റ് എൻ എറർ. എക്സൽ വിൽ നോട്ട് അലോ മീ ബിക്കോസ് ദർ ഇസ് എ ഡേറ്റ വാലിഡേഷൻ കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത് ഡേറ്റ വാലിഡേഷനിൽ? നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഹോൾ നമ്പറാണ് കൊടുത്തത്. അവിടെ ഒരു ക്രൈറ്റീരിയ കൊടുത്തു, ബിറ്റ്വീൻ ക്രൈറ്റീരിയ ആണ് കൊടുത്തത്. അത് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ നോട്ട് ബിറ്റ്വീൻ കൊടുക്കാം, ഗ്രേറ്റർ ദാൻ കൊടുക്കാം, ലെസ് ദാൻ കൊടുക്കാം, എനിത്തിങ് ദാറ്റ് യു വാണ്ട് ടു ഗീവ്. ഓക്കെ, ഇനി ഹോൾ നമ്പറിന് പകരം യു ക്യാൻ ഗീവ് എ ഡെസിമൽ നമ്പർ. സോ എക്സൽ വന്നിട്ട് ഡെസിമൽ നമ്പർ മാത്രമേ നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അലോ ചെയ്യുള്ളൂ. ഇനി അതിന് പകരം ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു ഇവിടെ ലിസ്റ്റിൽ ലെറ്റ്സ് സേ കേരള, ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്, ഈ സിറ്റീസ് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒരു സിറ്റീസും അവർക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കരുത്, യൂസറിനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കരുത്, അല്ലെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വേണ്ട. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സോഴ്സ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ കാണാം. ആ ഒരു ഡ്രോപ്പ് ഡൗണിൽ ഈ ഒരു ലിസ്റ്റ് മാത്രമേ ഉള്ളൂ. സോ ഈ ഒരു ലിസ്റ്റൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാഷ്ബോർഡ്സ് ഒക്കെ ഡൈനാമിക് ആയിട്ട് പോപ്പുലേറ്റ് ചെയ്യണമെങ്കിൽ, അതായത് യൂസർ ഇത് വാല്യൂ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഡൈനാമിക് ആയിട്ട് ഡാഷ്ബോർഡ് പോപ്പുലേറ്റ് ചെയ്യണം. അതിനൊക്കെയാണ് നമ്മളിതിന് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഡെവലപ്പർ ടാബിലുള്ള ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻസ് കൂടാതെ ഈ ഒരു കാര്യം നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് എന്താണ് നമുക്ക് ലിസ്റ്റിൻ്റെ ഒരു യൂസ് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ലിസ്റ്റിന് പകരം നമുക്ക് വീണ്ടും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിവിടെ ഡേറ്റ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നേരത്തെ ഹോൾ നമ്പർ സെലക്ട് ചെയ്തതുപോലെ നമുക്ക് പറയാം സ്റ്റാർട്ട് ഡേറ്റ് എത്രയായിരിക്കണം, എൻഡ് ഡേറ്റ് എത്രയായിരിക്കണം. അത് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു റിപ്പോർട്ടിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ലെറ്റ്സ് സേ നമ്മളൊരു ഫോം ഉണ്ടാക്കിയിട്ട് കുറച്ച് പേർക്ക് അയച്ചു കൊടുക്കുകയാണ് ഒരു ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഇൻപുട്ട് കറക്റ്റ് കിട്ടണമെങ്കിലാണ് ഈ ഒരു ഡേറ്റ വാലിഡേഷൻ ഒരുപാട് ഹെൽപ്ഫുൾ ആകുന്നത്. അപ്പോൾ ഈ ഒരു ഡേറ്റ വാലിഡേഷൻ നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഇത് കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോളത്തിൽ നമ്മളിത് കോപ്പി ചെയ്തു. ഈ ഒരു കോളത്തിൽ നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇതിൻ്റെ ഫോർമാറ്റ്, ഈ യെല്ലോ ഫോർമാറ്റ്, ലെറ്റ് മീ റിമൂവ് ദ ഫോർമാറ്റ്, ഇത് സെലക്ട് ചെയ്യുന്നു, ക്ലിയർ ഫോർമാറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു വാല്യൂ നമുക്ക് ഈ ഡേറ്റ വാലിഡേഷൻ താഴോട്ടുള്ള കോളത്തിലൊക്കെ സെല്ലിലൊക്കെ കോപ്പി പേസ്റ്റ് കഴിഞ്ഞാൽ ഇവർ 1 by 1 ആയിട്ട് നമ്മുടെ യൂസേഴ്സ് എൻ്റർ ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിലുള്ളത് മാത്രമേ അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒരു ഓപ്ഷനും അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് ഡേറ്റ വാലിഡേഷൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഓക്കെ, ഇനി അതേപോലെ ഡേറ്റ വാലിഡേഷൻസിൽ ഇപ്പോൾ നമ്മൾ കണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് ലിസ്റ്റാണ്. ലിസ്റ്റിന് പകരം നമുക്ക് ഡേറ്റ് ആക്കാം. ലിസ്റ്റിന് പകരം നമുക്ക് ഡേറ്റ് കൊടുക്കാം, നമുക്ക് ടൈം കൊടുക്കാം, ടെക്സ്റ്റ് ലെങ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് കസ്റ്റം ഡിഫൈൻ ചെയ്യാം. സോ നമ്മൾ കൂടുതലും ഡേറ്റ വാലിഡേഷൻസിൽ നമ്മൾ ഒരു റിപ്പോർട്ടിങ്ങിലേക്കൊക്കെ വരുന്ന സമയത്ത് ഉപയോഗിക്കുന്നത് ലിസ്റ്റാണ്. ഇനി ഇതിൽ തന്നെ നമുക്ക് ഇൻപുട്ട് മെസ്സേജ് കൊടുക്കാം. എന്താണ് ഇതിനകത്ത് നമുക്ക് ഇൻപുട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇവിടെ എന്തെങ്കിലും സെലക്ട് യുവർ പ്ലേസ് എന്നോ കൊടുക്കാം. ഇനി അതെല്ലാം അവർ സെലക്ട് ചെയ്യുന്നെങ്കിൽ നമുക്കൊരു അലേർട്ട് കൊടുക്കാം.
സോ ഈ കാര്യങ്ങളൊക്കെ നമുക്കിതിനകത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇത് ഫിൽറ്ററിൻ്റെ കൂടെ നമുക്ക് ഇത് എവിടെയാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പ്രോജക്റ്റ് നെയിം നമ്മളിപ്പോൾ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ, നമ്മളിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. ആ കോപ്പി പേസ്റ്റിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഡേറ്റ വാലിഡേഷനിൽ പോയിട്ട് നമുക്കൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ആ ഒരു ലിസ്റ്റ് നമുക്ക് ഇവിടെ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് സോഴ്സ് വേണ്ടത്, നമുക്ക് പ്രോജക്റ്റ് നെയിം എല്ലാം സെലക്ട് ചെയ്യണം. അപ്പം ഞാൻ ഇവിടെ മിനിമൈസ് ചെയ്തിട്ട് നോക്കൂ, പ്രോജക്റ്റ് നെയിമിൽ പോയിട്ട് പ്രോജക്റ്റ് നെയിമിൻ്റെ മുഴുവൻ ഞാൻ സെലക്ട് ചെയ്തു, അവസാന റെക്കോർഡ് വരെ സെലക്ട് ചെയ്തു. ഓക്കെ, നൗ ഐ ക്ലിക്ക് ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പ്രോജക്റ്റ്, നമ്മുടെ ആ ലിസ്റ്റിലുള്ള എല്ലാ പ്രോജക്റ്റും നമുക്ക് ഇവിടെ ഉണ്ട്. സിമിലർലി നമുക്ക് ഇവിടെയും ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ്, നമുക്കിവിടെ ലിസ്റ്റ് അഗെയിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഡിപ്പാർട്ട്മെൻറ്റ്സ് സെലക്ട് ചെയ്യാം. ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വന്നു. അതേപോലെ ഇനി നെക്സ്റ്റ് നമ്മൾ മാനേജർ സെലക്ട് ചെയ്യാം. അഗെയിൻ സെലക്ടിങ് ദ ലിസ്റ്റ്, സോഴ്സ് വന്നിട്ട് മാനേജർ കോളത്തിലുള്ള എല്ലാ മാനേജറുടെ പേരുകളും ഓക്കെ കൊടുത്തു. ഇനി ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഇത് സെലക്ട് ചെയ്യാം. ക്ലൗഡ് സൊല്യൂഷൻ നേഹ കപൂർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്വിക്കായിട്ട് നമുക്കിതൊന്ന് ഫിൽറ്റർ ചെയ്യണമെങ്കിൽ യു ക്യാൻ ഗോ ടു അഡ്വാൻസ്ഡ് ഫിൽറ്റർ, ലിസ്റ്റ് റേഞ്ച് ആൻഡ് ക്രൈറ്റീരിയ റേഞ്ച് എന്ന് പറയുന്നത് ഇതാണ്. ഹെഡർ എടുക്കാൻ കൊടുക്കുക. ദെൻ യു ക്യാൻ ക്വിക്ക്ലി സെലക്ട് ഓൾ ദാറ്റ്. അപ്പോൾ നമുക്കിവിടെ എന്താണോ നമുക്കിവിടെ സെലക്ട് ചെയ്യുന്നത് അത് നമുക്ക് ക്വിക്ക്ലി സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഇപ്പം സാധാരണ ഫിൽറ്റർ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഒരു കോളം സെലക്ട് ചെയ്യണം, പിന്നെ അടുത്ത കോളം സെലക്ട് ചെയ്യണം, പിന്നെ അടുത്ത കോളം സെലക്ട് ചെയ്യണം. അതിന് പകരം മൾട്ടിപ്പിൾ കോളംസ് വൺ ഗോയിൽ സെലക്ട് ചെയ്യാം. അത് കൂടാതെ മൾട്ടിപ്പിൾ റെക്കോർഡ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു ഇത് തന്നെ നമുക്കിവിടെ എന്താ പറയുക, 2, 3, 4, 5 കോളത്തിൽ കൊടുത്തിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ ഒന്ന് ഇതാണ്, രണ്ടാമത്തെ കണ്ടീഷൻ വേറൊരു കണ്ടീഷൻ കൊടുക്കാം നമുക്കപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ യൂസേഴ്സിനെ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്കിത് ചെയ്യാം. ഇനി ഇതിൽ ഒന്നും കൂടി നമുക്ക് ഡൈനാമിക് ആക്കണമെങ്കിൽ ചെറുതായിട്ട് VBA യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താണോ എൻ്റർ ചെയ്തിരിക്കുന്നത് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുന്ന രീതിയിലോട്ട് ചെറിയൊരു മാക്രോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അഡ്വാൻസ്ഡ് ഫിൽറ്ററിൻ്റെ ഒരു ചെറിയൊരു മാക്രോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ഐഡിയാസ് ഷെയർ ചെയ്യാണ്, നമുക്കിവിടെ പെട്ടെന്ന് നമുക്കൊരു ഡേറ്റ ഷെയർ ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം കൂടി ഞാൻ ഇതിൽ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇവിടെ ഡേറ്റ ടാബിൽ നമുക്ക് ഈ ഫിൽറ്റർ ചെയ്ത ഡേറ്റ വന്നിട്ട് വേറൊരു ഷീറ്റിലോട്ട് കോപ്പി ചെയ്യണമെങ്കിൽ നമുക്ക് ഫിൽറ്റർ ലിസ്റ്റിന് പകരം കോപ്പി ടു അനദർ ലൊക്കേഷൻ കൊടുക്കുക. അതിന് പകരം നമുക്കിവിടെ ഈ ഡേറ്റ വന്നിട്ട് നമുക്കിത് സെലക്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ക്രൈറ്റീരിയ. ഇനി കോപ്പി ടു നമുക്ക് എവിടേക്ക് വേണ്ടത്, കോപ്പി ടു നമുക്ക് ലെറ്റ്സ് സേ ഈ ഷീറ്റ് 1 നമുക്ക് ഇവിടെയാണ് നമുക്ക് അതിൻ്റെ ഡേറ്റ കോപ്പി ചെയ്യേണ്ടത്. അതായത് ഫിൽറ്റർ ചെയ്ത ഡേറ്റ നമുക്ക് ഇവിടേക്ക് വേണമെന്ന് വയ്ക്കുക. സോ ദാറ്റ് ഇവിടെ ഒരു ചെറിയൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതായത് നമുക്ക് ഈ ഒരു കോപ്പി ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ആക്റ്റീവ് ഷീറ്റിലേ പറ്റുള്ളൂ. ഐ ഫോർഗോട്ട് ദാറ്റ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നമുക്ക് ചെയ്യാം. അഡ്വാൻസ്ഡിൽ പോയിട്ട് അഡ്വാൻസ്ഡ് ഫിൽറ്റർ, ഇതാണ് നമ്മുടെ ഫിൽറ്റർ റേഞ്ച്, ഇതാണ് നമ്മുടെ ക്രൈറ്റീരിയ. നമുക്കത് കോപ്പി ചെയ്യേണ്ടത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷീറ്റിൽ ലെറ്റ്സ് സേ ദാറ്റ് നമുക്ക് ഇവിടെ കോപ്പി ടു അനദർ ലൊക്കേഷൻ, നമുക്കിവിടെ ഈ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഈ ലൊക്കേഷൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു. സോ നമുക്ക് എന്താണോ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തത് ആ ഒരു റെക്കോർഡ്സ് മാത്രം ഇവിടെ നമുക്ക് കോപ്പി ആയി. അപ്പം ഇതിൽ നമുക്ക് യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നമുക്ക് ഒരുപാട് ഡേറ്റ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ നമുക്ക് സെയിൽസിൻ്റെ ഡേറ്റ ആണെങ്കിലും എക്സ്പെൻസ് ഡേറ്റ ആണെങ്കിലും പെട്ടെന്ന് നമുക്കതിൻ്റെ ഒരു ഫിൽറ്റർ ചെയ്ത ഡേറ്റ ഡൈനാമിക്കായിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാം. ക്ലിയർ ആയോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ അറ്റ് ദിസ് പോയിന്റ്? ഒന്ന് ചെയ്ത് നോക്കേണ്ടി വരും. ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക കേട്ടോ. സോ നമ്മളിപ്പം പഠിച്ചത് ഫിൽറ്ററിങ്ങിൻ്റെ ഓപ്ഷൻസ് ആണ്. ഫിൽറ്ററിങ്ങിൻ്റെ ഓപ്ഷൻസ് ആണ് പഠിച്ചത്. ഇനി നമുക്ക് എക്സലിൻ്റെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫൈൻഡ് എന്ന് പറയുന്നത്. എന്താണ് ഫൈൻഡ്? നമുക്ക് ആവശ്യമുള്ള ഒരു വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് ബേസിക്കലി ഫൈൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എപ്പോഴും നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ വാല്യൂ. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ യൂസ് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ യൂസ് എന്ന് പറയുന്നത്, നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ ചില കേസിൽ ഫോർ എക്സാമ്പിൾ എനിക്കൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഇവിടെ. അതായത് ലെറ്റ്സ് സേ ഈ ഒരു പേര് അമിത് ഖന്ന എന്നുള്ള പറയുന്നൊരു പേര്, ഈ ഒരു പേരിൽ കെ എല്ലാം വന്നിട്ട് സ്മോൾ ലെറ്റർ ആണെന്ന് കരുതുക. എല്ലാ കെയും സ്മോൾ ലെറ്റർ ആണ്.
അപ്പോൾ ഫൈൻഡിൻ്റെ ഒരു പ്രാക്ടിക്കൽ യൂസാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഫൈൻഡ് ആൻഡ് റീപ്ലേസിൻ്റെ ഒരു പ്രാക്ടിക്കൽ യൂസാണ് പറയുന്നത്. ഇനി ഇപ്പോൾ ഇവിടെ നമുക്കിതിനകത്ത് ഈ സ്മോൾ കെ മാറ്റിയിട്ട് എല്ലാം പെട്ടെന്ന് ക്യാപിറ്റൽ കെയിലേക്ക് മാറ്റണം എന്ന് വെക്കുക. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു കോളം സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ എഫ് അടിക്കുക. അതല്ലെങ്കിൽ നമുക്കിവിടെ തന്നെ ഫൈൻഡ് ഉണ്ട്. ഹോമിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഫൈൻഡ് കാണാം. ഓക്കെ, ഫൈൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ആ ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ഫൈൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്? സോ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് അമിത് ഖന്ന എന്നുള്ളതാണ്. ഓക്കെ, ഇനി എവിടെയാണ് നമുക്കത് ഫൈൻഡ് ചെയ്യേണ്ടത്? നമുക്ക് ഒന്നെങ്കിൽ നമ്മളിപ്പം വർക്ക് ചെയ്യുന്ന ഷീറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറയാം. അതല്ലെങ്കിൽ നമുക്ക് ഈ മൊത്തം വർക്ക് ബുക്കിനുള്ളിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറയാം. ഓക്കെ, ഈ വർക്ക് ബുക്കിൻ്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ എന്താവും, ഈ ഒരു പേര് എവിടേക്കാണോ ഉള്ളത് ഈ വർക്ക് ബുക്കിൽ മുഴുവൻ ആ ഒരു എല്ലാ പേരും നമുക്ക് കണ്ടുപിടിക്കും. പിന്നെ നമുക്ക് റോസിൽ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ കോളത്തിലായിട്ട് സെർച്ച് ചെയ്യാം. നമുക്കത് ഫോർമുലേസിൽ നോക്കാം, വാല്യൂസിൽ നോക്കാം, നോട്ട്സിൽ നോക്കാം, കമൻസിൽ നോക്കാം. അതായത് നമുക്കിവിടെ ഈ ഇതൊരു വാല്യൂസ് ആണ് ഈ ഒരു പേരെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഫൈൻഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, നമ്മളിവിടെ ഫൈൻഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഫൈൻഡ് നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ അമിത് ഖന്ന വന്നു, പിന്നെ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് വന്നു. ഇനി ഫൈൻഡ് ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, നമുക്ക് എവിടേക്കാണ് ഈ ഒരു പേരുള്ളത് അതിൻ്റെ ഒരു ലിസ്റ്റാണ് നമുക്കിവിടെ താഴെ കാണുന്നത്. റൈറ്റ്? സോ ഈ എന്തിനാണ് നമ്മൾ ഈ ഫൈൻഡ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കൂടുതലും ഫൈൻഡ് യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൈൻഡ് എപ്പോഴും യൂസ് ചെയ്യുന്നത് ഫൈൻഡും റീപ്ലേസും ഒരുമിച്ചിട്ടാണ്. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു അമിത് ഖന്ന എന്ന് പറയുന്ന ഒരു പേര്, ഈ കെ മാറ്റിയിട്ട് എനിക്ക് ക്യാപിറ്റൽ കെ ആക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു കോളം സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ എഫ് അടിക്കുന്നു, അമിത് ഖന്ന സെലക്ട് ചെയ്യുന്നു, അമിത് ഖന്ന. ഇനി ഇതിനെ റീപ്ലേസ് ചെയ്യണം. എന്തായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യണം? അമിത് കെ ക്യാപിറ്റൽ അമിത് ഖന്ന. എന്നിട്ട് നമുക്കിവിടെ റീപ്ലേസ് ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്മോൾ കെ മാറിയിട്ട് ഇതിനകത്ത് എവിടെയൊക്കെ അമിത് ഖന്ന സ്മോൾ ലെറ്ററിലുണ്ടോ അതെല്ലാം റീപ്ലേസ് ആയി. സോ ഓൾ ഡൺ, വി മേഡ് 2016 റീപ്ലേസ്മെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, 2016 അമിത് ഖന്ന സ്മോൾ ലെറ്ററിലുള്ളതുണ്ടായിരുന്നു, അത് റീപ്ലേസ് ചെയ്തു എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫൈൻഡ് ആൻഡ് റീപ്ലേസിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് ഇതാണ്. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഒരുപാട് സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി നമ്മൾ ഒരു ഇയറൊക്കെ ചിലപ്പോൾ മാറ്റേണ്ടി വരും. നമുക്ക് വലിയൊരു ഡേറ്റ ഉണ്ടെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ നമുക്ക് ഇയറൊക്കെ പെട്ടെന്ന് വേറൊരു ഇതിലോട്ട് മാറ്റേണ്ടി വരികയാണെങ്കിൽ, ഇപ്പോൾ 2024 എന്ന് പറയുന്ന ഇയർ മാറ്റിയിട്ട് നമുക്ക് അവിടെ 2025 ആക്കണം, 2026 ആക്കണം. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിലൊക്കെ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. സോ ലെറ്റ്സ് കണ്ടിന്യൂ. അപ്പോൾ നമുക്ക് എന്താണ് പേസ്റ്റ് സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിവിടെ വാല്യൂസ് മാത്രം മതി, ഫോർമാറ്റ് വേണമെങ്കിൽ ഞാനിവിടെ ഷീറ്റ് 2 പോകുന്നു, കോപ്പി ചെയ്തു, കൺട്രോൾ സിക്ക് കോപ്പി ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് സ്പെഷ്യൽ കൊടുക്കുന്നു. അതിൽ നമുക്ക് പേസ്റ്റ് സ്പെഷ്യൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഒന്നെങ്കിൽ നമുക്ക് എവറിത്തിങ് നമുക്ക് പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനകത്തുള്ള ഫോർമുലാസ് മാത്രം നമുക്ക് പേസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ വാല്യൂസ് മാത്രം ചെയ്യാം, അല്ലെങ്കിൽ അതിനകത്തുള്ള ഫോർമാറ്റ് മാത്രം പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനകത്തുള്ള കമൻറ്റ്സ് ആൻഡ് നോട്ട്സ് മാത്രം പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡേറ്റ വാലിഡേഷൻ ഉണ്ടെങ്കിൽ അത് മാത്രം പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഓൾ യൂസിങ് സോഴ്സ് തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള സോഴ്സ് തീമിലുള്ള എവറിത്തിങ് വിൽ ഗെറ്റ് പേസ്റ്റഡ്. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നതാണ് എന്താണ്, നമ്മൾ ഒന്നെങ്കിൽ വാല്യൂസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോർമാറ്റ്, അല്ലെങ്കിൽ ഫോർമുല. ഇതിൽ ഏതെങ്കിലും 3 മിക്കവാറും നമ്മൾ വർക്കിൽ യൂസ് ചെയ്യാറുള്ളത്. വാല്യൂസ് മാത്രം പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വാല്യൂസ് മാത്രം പേസ്റ്റായി, ഒരു ഫോർമുലയും ഫോർമാറ്റും ഒന്നും നമുക്ക് ഇവിടെ പേസ്റ്റ് ആയിട്ടില്ല. ഇനി നമ്മൾ കൺട്രോൾ സെറ്റ് അടിച്ചിട്ട് പുറകോട്ട് പോകാം. ഇനി അടുത്തത് നമുക്ക് വാല്യൂസിന് പകരം നമുക്കിവിടെ ഫോർമുലാസ് പേസ്റ്റ് ചെയ്യുകയാണെങ്കിലോ, എന്തെങ്കിലും ഫോർമുലാസ് ഉണ്ടെങ്കിൽ അത് മാത്രം പേസ്റ്റ് ആവും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 സെക്കൻഡ്, നമുക്കിവിടെ പേസ്റ്റ് സ്പെഷ്യൽ ഇതിനകത്ത് ഇഫ് ദർ ആർ എനി ഫോർമുലാസ്, ആ ഫോർമുലാസ് നമുക്കിവിടെ പേസ്റ്റ് ആവും. ഇപ്പോൾ നമുക്കിതിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഫോർമുല ഉണ്ട്, ആ ഫോർമുല നമുക്കിവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഫോർമുല നമുക്ക് പേസ്റ്റ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ വാല്യൂസ് മാത്രം യൂസ് ചെയ്യുക. അതല്ല, ഇനി നമുക്കിതിന് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർമാറ്റ്സ് ആണ് പേസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഫോർമാറ്റ് മാത്രം പേസ്റ്റ് ആവും. അപ്പം ഇതൊക്കെ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് ഫോർമാറ്റ് ചെയ്തൊരു റിപ്പോർട്ട് ഉണ്ട്. ആ ഒരു റിപ്പോർട്ടിൻ്റെ അതേ ഫോർമാറ്റ് നമുക്ക് വേറൊരു റിപ്പോർട്ടിന് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഫോർമാറ്റ് മാത്രം ചെയ്യാം. അതല്ല, നമുക്ക് വേറൊരു ഓപ്ഷനിൽ നമുക്ക് ഇവിടെ വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കേസിൽ നമുക്ക് വാല്യൂസ് മാത്രം മതിയാവും. എപ്പോഴാണ് നമുക്ക് വാല്യൂസ് മാത്രം പേസ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത്? ഇസ് ദർ എനി സിറ്റുവേഷൻ? നമുക്ക് ഫോർമാറ്റ് വേണ്ട, നമുക്കതിൻ്റെ ജസ്റ്റ് വാല്യൂസ് മാത്രം പേസ്റ്റ് ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് എന്ന് പറയുന്ന ഓപ്ഷൻസ് യൂസ് ചെയ്യാം. ഓക്കെ, സോ നമ്മളിതിനകത്ത് കൂടുതൽ കോപ്പി പേസ്റ്റ് സ്പെഷ്യൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് എന്താണ് അത് കാര്യങ്ങൾ എന്നുള്ളത്. ഒരു 2-3 കാര്യങ്ങളും കൂടി ഉള്ളൂ നമുക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ആർ ഡൺ വിത്ത് ദ ബേസിക് എക്സൽ. ഓക്കെ, സോ നൗ ടെക്സ്റ്റ് കോളം. എന്താണ് ടെക്സ്റ്റ് ടു കോളം എന്ന് പറയുന്നത്? ഹോണസ്റ്റ്ലി സ്പീക്കിംഗ്, ടെക്സ്റ്റ് കോളം ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല ഇപ്പം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഓൾറെഡി
ഫങ്ഷൻസ് ഉണ്ട് ഈ ഒരു സെയിം കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റ് കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഡേറ്റയിൽ പോവുകയാണെങ്കിൽ എനിക്കിവിടെ മാനേജറിൻ്റെ പേരുണ്ട്, ഇതൊരു ഫുൾ നെയിമാണ്. ഈ ഒരു ഫുൾ നെയിം നമുക്ക് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമായിട്ട് സ്പ്ലിറ്റ് ചെയ്യണമെന്ന് വയ്ക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ നെയിമിനെ നമുക്ക് ടെക്സ്റ്റിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ടെക്സ്റ്റ് കോളം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റയിൽ പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ ടെക്സ്റ്റ് കോളം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിഫൈൻ ചെയ്യാം എങ്ങനെയാണ് നമുക്ക് ഡീലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീലിമിറ്റഡ് ഓപ്ഷൻസ് വയ്ക്കുക. അതായത് നമ്മൾ ഈ ഫസ്റ്റ് നെയിമിനെയും ലാസ്റ്റ് നെയിമിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് എന്താണ്, അതിനിടയ്ക്കുള്ള ഒരു സ്പേസ് ആണ്. അപ്പോൾ ആ സ്പേസ് വെച്ചുകൊണ്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ഡേറ്റയിൽ പോയിട്ട് ടെക്സ്റ്റ് കോളം എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിനകത്ത് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ട് എന്ത് വെച്ചിട്ടാണ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, സ്പേസ് വെച്ചിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അടുത്തൊരു നെക്സ്റ്റ് ഒരു കോളം കൂടി ഉണ്ട് അല്ലേ. നമ്മൾ ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് ഓൾറെഡി ഡേറ്റ ഹിയർ, ഡു യു വാണ്ട് ടു റീപ്ലേസ്. അപ്പം ഈ ഒരു കോളം എഫ് വന്നിട്ട് ഫസ്റ്റ് നെയിം ആവും, കോളം ജി വന്നിട്ട് ലാസ്റ്റ് നെയിമും ആവും. ജിയിൽ ഓൾറെഡി ഡേറ്റ ഉണ്ട്, ഈ ഡേറ്റ വന്നിട്ട് എന്താവും, റീപ്ലേസ് ആവും. സോ വി ഡോണ്ട് വാണ്ട് ദാറ്റ് ടു ഹാപ്പൻ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മളിവിടെ ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ടെക്സ്റ്റ് കോളത്തിൽ പോയിട്ട് നമുക്കിവിടെ ഡീലിമിറ്റഡ് വെച്ചിട്ട് നമുക്കിവിടെ സ്പ്ലിറ്റ് ചെയ്യാം. നമ്മളിവിടെ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ദർ ഈസ് ഓൾറെഡി ഡേറ്റ, അത് ഓക്കെ. നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ മാനേജർ എന്ന് പറയുന്നത് ഒരു കോളത്തിലുമായി, ഫസ്റ്റ് നെയിം ഒരു കോളത്തിലായി, ലാസ്റ്റ് നെയിം വേറൊരു കോളത്തിലായി. ഇതിനാണ് നമ്മൾ ടെക്സ്റ്റ് കോളം യൂസ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിനകത്ത് ഇപ്പം ടെക്സ്റ്റ് ആഫ്റ്റർ ഫംഗ്ഷൻസ് യൂസ് ചെയ്യാം. നമുക്ക് ടെക്സ്റ്റ് ആഫ്റ്റർ ഫംഗ്ഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഈസി ആയിട്ട് നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നായർ എന്ന് പറയുന്ന ഇത് മാത്രം നമുക്ക് വേറെ ഇതിലോട്ട് വന്നു. ടെക്സ്റ്റ് ആഫ്റ്റർ, ടെക്സ്റ്റ് ബിഫോർ എന്ന് പറയുന്ന ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. സോ ആ ഫംഗ്ഷൻസ് ചിലപ്പം സാധാരണഗതിയിൽ ടെക്സ്റ്റ് കോളംസ് ഒന്നും ഇപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇനി ഇതിനകത്ത് വേറൊരു കാര്യം കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് എക്സലിൽ ഒരു ഫ്ലാഷ് ഫിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഫ്ലാഷ് ഫിൽ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫ്ലാഷ് ഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഇവിടെ നമ്മളിപ്പം ഫസ്റ്റ് നെയിമാണ് വേണ്ടതെന്ന് വയ്ക്കുക. ഇപ്പം സിദ്ധാർത്ഥ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തു, രാജീവ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എക്സലിന് ഓൾറെഡി മനസ്സിലായി നമ്മളിതിനകത്ത് ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് സ്പേസിന് മുമ്പുള്ള ഡേറ്റയാണെന്ന് മനസ്സിലായി. സോ എക്സൽ ആ ഒരു ലിസ്റ്റ് നമുക്ക് ഓൾറെഡി കാണിച്ചു തരാണ്. ഇങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് കണ്ടു. നമ്മളത് ടാബ് കീ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ ഒരു ഫസ്റ്റ് നെയിം ഇവിടെ വന്നു. ഓക്കെ, എന്താണ് നമ്മൾ ചെയ്തത്, നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ സിദ്ധാർത്ഥ് എന്ന് അടിച്ചു, അടുത്തത് രാജീവ് എന്ന് അടിക്കുന്ന സമയത്ത് അടിച്ചു അമിത്. ഇങ്ങനെ അടിക്കുമ്പോൾ തന്നെ എക്സലിന് അത് മനസ്സിലായി. എക്സൽ അതൊരു പാറ്റേൺ റെക്കഗ്നീഷനാണ് ബേസിക്കലി. ആ ഒരു പാറ്റേൺ എക്സലിന് മനസ്സിലായി. സോ എക്സൽ ഈസ് ഗിവിംഗ് അസ് ആക്ച്വലി എ ചോയ്സ് ടു സെലക്ട്. ഇത് നമുക്ക് കൂടുതലും എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ചില കേസിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും പെട്ടെന്ന് നമുക്കിതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടാനോ നമുക്ക് ആവശ്യമുള്ള ആ ഒരു ഫോർമാറ്റിലോട്ട് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഫ്ലാഷ് ഫില്ലിന് വലിയൊരു പ്രശ്നമുണ്ട്. സാധാരണ നമുക്ക് എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും കൂടിയിട്ട് ഫ്ലാഷ് ഫില്ലിന് വലിയൊരു പ്രശ്നമുണ്ട്. ആ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ഞാനിവിടെ ഈ ഒരു സിദ്ധാർത്ഥ് രാജീവ് എന്നൊക്കെ അടിച്ചു, ഈ ഒരു വാല്യൂ ഇവിടെ വന്നു. ഓക്കെ, രാജീവ് എന്നടിച്ചു, അമിത് എന്നടിച്ചു, നേഹ. ഇനി പോപ്പുലേറ്റ് ആവുന്നില്ലെങ്കിൽ, നിങ്ങൾ അടിച്ചിട്ട് പോപ്പുലേറ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വരെയാണോ പോപ്പുലേറ്റ് ചെയ്യേണ്ടത് അതുവരെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഹോം ടാബിൽ പോയിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഫ്ലാഷ് ഫിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തത് വരെ അത് ഓട്ടോമാറ്റിക്കായിട്ട് എക്സൽ ഫ്ലാഷ് ഫിൽ ചെയ്യും. ഇനി ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്ലാഷ് ഫിൽ ചെയ്യുന്ന സമയത്ത് ഈ വാല്യൂസ് പോപ്പുലേറ്റ് ആവുന്നത് ടെക്സ്റ്റ് ആയിട്ടാണ്. സപ്പോസ് ഈ ഡേറ്റ ചേഞ്ച് ആയാൽ അല്ലെങ്കിൽ ഇതിനകത്തേക്ക് കൂടുതൽ റെക്കോർഡ്സ് ആഡ് ആയാൽ ഈ വാല്യൂസ് ഒന്നും ചേഞ്ച് ആവില്ല. ഈ വാല്യൂസ് എല്ലാം സ്റ്റാറ്റിക് വാല്യൂസ് ആണ്. അപ്പം ഫ്ലാഷ് ഫിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം മൈൻഡിൽ വെക്കണം. ഒരിക്കലും സ്റ്റാറ്റിക് വാല്യൂസ് ഓൾവേസ് റിസ്ക് ആണ്. കാരണം ഈ ഒരു കോളം നമ്മൾ കസ്റ്റം കോളം പിന്നീട് ക്രിയേറ്റ് ചെയ്ത കോളാണ്. ഇത് സോഴ്സ് ഡേറ്റയിൽ ഇല്ലാത്തൊരു കോളാണ്. അതിലേക്ക് നമ്മൾ അഡീഷണൽ ആയിട്ടൊരു കോളംസ് ബ്രിങ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ആ കോളം ഡൈനാമിക് ആണെങ്കിൽ മാത്രമേ ഈ ഒരു വാല്യൂസ് ചേഞ്ച് ആവുന്ന സമയത്ത് ആ കോളം ചേഞ്ച് ആവുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ഫോർമുലാസ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്ത് കഴിയുന്ന സമയത്ത് ഇപ്പോൾ ടെക്സ്റ്റ് സ്പ്ലിറ്റോ അല്ലെങ്കിൽ നമുക്ക് ലെഫ്റ്റോ റൈറ്റോ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇതിനകത്തേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം നമുക്കിതിനകത്തേക്ക് ടെക്സ്റ്റ് ഇതേ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പവർ ക്വരിയിൽ കുറച്ചും കൂടി ചെയ്യാം. അപ്പോൾ നിങ്ങൾ പവർ ക്വരി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്രയും യൂസ് ചെയ്യുന്നുണ്ടാവില്ല, ഈ ഫംഗ്ഷൻസ് ഒന്നും യൂസ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, സോ നമുക്ക് ടെക്സ്റ്റ് ആഫ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്പേസിന് ശേഷമുള്ള ടെക്സ്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇത് വന്നു. ഇനി ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ ഒരു വാല്യൂ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോർമുല ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയിക്കോളും. അതുകൊണ്ടാണ് ഫ്ലാഷ് ഫിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. ഫ്ലാഷ് ഫിൽ യൂസ് ചെയ്യുന്നതിന് അതിൻ്റേതായ റിസ്ക് ഉണ്ട്. ഓക്കെ, സോ അതാണ് നമുക്ക് ഇതിനകത്തുള്ള വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതും കവർ ചെയ്തു. ഇവിടെ ടെക്സ്റ്റ് ഫ്ലാഷ് ഫിൽ കവർ ചെയ്തു. ഇനി ഡേറ്റ വാലിഡേഷൻ നമ്മൾ ഓൾറെഡി കവർ ചെയ്താണ്. റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് ഇതിനകത്ത് ഡേറ്റയിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
സോ ഫോർ എക്സാമ്പിൾ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് റിമൂവ് ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എക്സലിനോട് പറയാം എല്ലാ കോളത്തിലും ഒരുപോലുള്ള ഡേറ്റ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ലെറ്റ് മീ ഷോ യു ദാറ്റ് എക്സാമ്പിൾ. നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റയിൽ പോകുന്നു. ഡേറ്റയിൽ പോയിട്ട് ഇവിടെയാണ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളത്. ഈ ഡ്യൂപ്ലിക്കേറ്റ് റിമൂവ് ചെയ്യാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സൽ നമ്മളോട് ചോദിക്കുന്ന കാര്യമുണ്ട്. അതായത് നിങ്ങൾക്ക് ഉള്ള കോളംസ് എല്ലാം ഇതാണ്, ഇതൊക്കെയാണ് നമ്മുടെ കോളത്തിലുള്ളത്. ഈ എല്ലാ കോളത്തിലും ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ വന്നാൽ മാത്രം നിങ്ങൾക്ക് റിമൂവ് ചെയ്താൽ മതിയോ? അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി ഇവിടെ സിമ്പിളാക്കി കഴിഞ്ഞാൽ നമ്മളിവിടെ നെയിം ഉണ്ട്, ഏജ് ഉണ്ട്. ഓക്കെ, ബൈ ദ വേ എക്സൽ യൂസ് ചെയ്യുന്നവർക്ക് ഓൾറെഡി വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. സോറി ടു എക്സ്പ്ലെയിൻ അഗെയിൻ. സോ നമ്മളിവിടെ ABC BCD എന്ന് പറയുന്ന രണ്ട് പേരുകളുണ്ട്. ഏജ് വന്നിട്ട് ലെറ്റ് സേ 12 ആൻഡ് 13. ഇതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടോ? ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇല്ല അല്ലേ? രണ്ട് കോളത്തിലുള്ള വാല്യൂസ് വ്യത്യാസമുണ്ട്. ഇനി ഈ ABC റിപ്പീറ്റ് ആവുന്നുണ്ട്, BDE റിപ്പീറ്റ് ആയിട്ടുണ്ട്, പക്ഷേ വാല്യൂ വന്നിട്ട് 14 ആണ്. അപ്പോൾ നമുക്ക് ഡിസൈഡ് ചെയ്യാം വെദർ വി വാണ്ട് ടു റിമൂവ് BDE ഓർ നോട്ട്. അപ്പം ഇതിൽ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ രണ്ട് കോളമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഈ രണ്ട് കോളത്തിലും ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ മാത്രമേ, ഒരുപോലെ വാല്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പം ഓക്കെ കൊടുക്കുക. അപ്പോൾ എക്സൽ പറയുന്നു നോ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഫൗണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ റോ വന്നിട്ട് എന്താണ്, രണ്ടാമത്തെ കോളം വന്നിട്ട് ഡിഫറൻറ്റ് വാല്യൂ ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് എ ഡ്യൂപ്ലിക്കേറ്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ എക്സലിനോട് പറയുന്നു നെയിം മാത്രം ചെക്ക് ചെയ്താൽ മതി, ഏജ് ചെക്ക് ചെയ്യേണ്ട, നെയിമിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്തോളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എക്സൽ പറയും 1 ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ഫൗണ്ട് ആൻഡ് റിമൂവ്ഡ്, 2 യൂണിക് വാല്യൂ റിമെയിൻസ്. അപ്പോൾ ഇവിടെ എക്സൽ നെയിം മാത്രം ചെക്ക് ചെയ്തു, ആ നെയിമിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളതുകൊണ്ട് റിമൂവ് ചെയ്തു. ഇനി വാട്ട് ഇഫ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത് ഏജ് ആണെങ്കിലോ, ഇവിടെ നെയിം മാറ്റിയിട്ട് ഞാൻ ഏജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആൻസർ? നോ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഫൗണ്ട്, ബിക്കോസ് അതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസൈഡ് ചെയ്യാം, ഈ ഒരു ഡേറ്റ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെലക്ട് ചെയ്യാം എവിടെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ആ കോളം നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് എല്ലാ കോളത്തിലും, അതായത് കംപ്ലീറ്റ് റോയും മാച്ച് ആവണമെങ്കിലാണെങ്കിൽ നമുക്ക് എല്ലാ കോളം സെലക്ട് ചെയ്തിട്ട് എക്സലിനോട് പറയാം എല്ലാ കോളത്തിലും ഈ വാല്യൂസ് ഒരേപോലെ വരികയാണെങ്കിൽ മാത്രം ചെയ്താൽ മതിയെന്ന്. ഓക്കെ, സോ ദിസ് ഈസ് ബേസിക്കലി റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ്. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അത് ഇതിനകത്ത് കാണണമെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ ഹോമിൽ പോയിട്ട് കണ്ടീഷണൽ ഫോർമാറ്റ് എടുത്തിട്ട് ഹൈലൈറ്റ് സെൽ റൂൾസ് കൊടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉള്ളതെല്ലാം ഹൈലൈറ്റ് ആവും. ഓക്കെ, സോ ഇതിനകത്തുള്ള എല്ലാ വാല്യൂസും ഹൈലൈറ്റ് ആവുന്നു. ഇതിനകത്ത് പറയുന്നത് ഈ വാല്യൂ ഡ്യൂപ്ലിക്കേറ്റ് അല്ല. അതേസമയത്ത് ഞാനിത് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ നൗ ദിസ് വാല്യൂ ഈസ് ഓൾസോ ഡ്യൂപ്ലിക്കേറ്റ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോ ബേസിക്കലി ദിസ് ഈസ് എ ഡ്യൂപ്ലിക്കേറ്റ് റോ. ഓക്കെ, ഇതിനകത്ത് സാധാരണഗതിയിൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം. നമുക്ക് കൗണ്ടിഫ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കണ്ടുപിടിക്കാം. കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിനെക്കാട്ടും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കൗണ്ടിഫാണ്. ഞാൻ ഫംഗ്ഷൻസിലോട്ട് വരുന്ന സമയത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം എങ്ങനെയാണ് നമ്മൾ കൗണ്ടിഫ് യൂസ് ചെയ്തുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നതെന്ന്. ഓക്കെ, സോ that is about finding and removing duplicates.